സന്തോഷ്, ഇന്നലെ തന്നെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഈ ഒരു ലോറി തലകീഴായിട്ടാണ് കിടക്കുന്നത്, പുഴയിൽ തലകീഴായിട്ടാണ് കിടക്കുന്നത്. സ്വാഭാവികമായും ഈ നേവിയുടെ സ്കൂബ ഡൈവർമാർക്ക് അടിത്തട്ടിലേക്ക്, പുഴയുടെ ഏറ്റവും അടിത്തട്ടിലേക്ക് ചെന്നുകൊണ്ട് തന്നെ ഈ ക്യാബിൻ പരിശോധിക്കേണ്ടതായുണ്ട്. നേരത്തെ തന്നെ സന്തോഷ് പറഞ്ഞത് പ്രകാരം ഷിരൂരിൽ മഴയുണ്ടായിരുന്നു, വലിയ കുത്തൊഴുക്ക് ഇന്നലെയൊക്കെ ഗംഗാവാലി പുഴയിൽ ഉണ്ടായതാണ്. ഇന്നും കുത്തൊഴുക്കുള്ളൊരു സാഹചര്യമൊക്കെയാണ്. അപ്പോൾ അതൊരു ദുഷ്കരമായ സാഹചര്യത്തിലേക്ക് കടക്കുമോ? കാരണം നമ്മുടെ ഒരു ആശങ്കയാണ്. കാരണം രാവിലെ മുതൽ ഇന്നലെ മുതൽ നമ്മൾ കാത്തിരിക്കുകയാണ് ഇങ്ങനൊരു വാർത്ത ലഭിച്ചു എന്ന് കിട്ടി എന്ന്, അർജുനെ ലഭിച്ചു എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി. പക്ഷേ ഇന്നലെ ലോറി കണ്ടെത്തി. കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് തെരച്ചിൽ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ തെരച്ചിൽ നടത്തുമ്പോൾ ഇതിലേറ്റവും പ്രധാനം ലോറിയുടെ ഏറ്റവും അടിത്തട്ടിൽ, പുഴയുടെ ഏറ്റവും അടിത്തട്ടിൽ ചെന്നുകൊണ്ട് ആ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നത് ഉറപ്പിക്കുക തന്നെയാണ്. അപ്പോൾ ആ കുത്തൊഴുക്ക്, പുഴയിലെ ഒരു സാഹചര്യം, ഇതൊക്കെ വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലാണോ ഇപ്പോഴുള്ളത്? തീർച്ചയായും അഞ്ജന, ഇപ്പോൾ ഇവിടേക്ക് ഈ ആർമിയുടെ സൈന്യം ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഈ ദൗത്യ സംഘത്തിലുള്ള മറ്റ് വിഭാഗങ്ങളും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യം ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആവശ്യമായിട്ടുള്ള വാഹനങ്ങളും മറ്റ് സൗകര്യങ്ങളുമെല്ലാം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഞ്ജന പറഞ്ഞതുപോലെ തന്നെ മഴയുടെ ഒരു അന്തരീക്ഷം തന്നെയാണുള്ളത്. ഇപ്പോൾ മഴ പെയ്യുന്നില്ലെങ്കിലും ഇവിടെയുള്ള ഒരു മഴയുടെ പ്രത്യേകത, വളരെ പെട്ടെന്നാണ് അതിശക്തമായ മഴ പെയ്യുക. നേരത്തെ നമുക്കൊരു സൂചന പോലും ലഭിക്കില്ല. മഴ നേരിയ രീതിയിൽ തുടങ്ങി മഴ ശക്തിപ്പെടുന്ന സാഹചര്യമല്ല. വളരെ പെട്ടെന്ന് അതിശക്തമായ മഴ തുടരുകയും അത് പിന്നെ അല്പസമയം നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം കാലാവസ്ഥയാണ് ഈ മേഖലയിലുള്ളത്. പ്രത്യേകിച്ചും ഇത് തീരപ്രദേശമാണ്. ഇവിടെ നിന്ന് ഈ ഗംഗാവാലി പുഴ കടലിനോട് ചേരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ കടൽക്കാറ്റും പലപ്പോഴും ഈ കാലാവസ്ഥയുടെ ഭാഗമായി ഈ തിരച്ചിലിന് ഈ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് എത്താറുണ്ട്. ഏതായാലും ഇന്ന് ഇത്തരത്തിലുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു മണിക്കൂറുകളായിരിക്കും. ഈ സ്കൂബ ഡൈവേഴ്സ് ഏറ്റവും പ്രധാനമായും നേവിയുടെ മുങ്ങൽ വിദഗ്ധർ, അവർ ഈ വെള്ളത്തിലേക്ക്, ആഴങ്ങളിലേക്ക് പോയിട്ട് ഈ പുഴയുടെ ഗംഗാവാലി നദിയുടെ അടിത്തട്ടിൽ തലകീഴായി കിടക്കുന്ന അർജുൻ്റെ ലോറിയിൽ, ആ ലോറിയുടെ ക്യാബിനകത്ത് അർജുനുണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക എന്നുള്ള ജോലിയാണ്, അതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ലഭിച്ചു കഴിഞ്ഞാൽ അർജുനെ കരയിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്കായിരിക്കും കടക്കുന്നത്. അതുകൊണ്ട് തന്നെ നദി കേന്ദ്രീകരിച്ചുകൊണ്ട് നദിയുടെ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇന്ന് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗംഗാവാലി നദിയുടെ ഈ ഓപ്പറേഷൻ ദൗത്യം നടക്കുന്നതിൻ്റെ തൊട്ട് മറുകരയിലാണ്. അവിടെ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. നമുക്ക് ഇവിടെ ഏറെ നേരം തുടരാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഉറപ്പില്ല. കാരണം ഇന്ന് മാധ്യമങ്ങൾക്ക് ഈ ഭാഗത്ത് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തും എന്നുള്ളത് ഇന്നലെ തന്നെ കാർവാർ എസ് പി വ്യക്തമാക്കിയിരുന്നു. ഈ ഭാഗത്ത് ഇന്ന് ദൃശ്യങ്ങൾ പകർത്താനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളുടെ ഇടപെടൽ ഉണ്ടാകാനോ അനുവദിക്കില്ല എന്ന് അദ്ദേഹം ഇന്നലെ ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം അതിന് കാരണമായി പറഞ്ഞത് പലതരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള പരിശോധനകൾ ഇവിടെ നടക്കേണ്ടതുണ്ട്, ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കേണ്ടതുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാം ഫോണുമായി അവിടെ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സിഗ്നലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മാധ്യമപ്രവർത്തകർ ഡ്രോൺ ഉപയോഗിക്കുന്നത് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ന് ഈ ഭാഗത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് ഇന്നലെ SP അറിയിച്ചിരുന്നത്. എന്നാൽ നമ്മൾ അതിരാവിലെ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ടാണ് ഇവിടേക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. ആ സമയത്ത് അവിടെ പോലീസും മറ്റ് ആളുകളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ ദൗത്യം ആരംഭിക്കുന്നതോടുകൂടി ഇവിടെ നിന്നും മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ മാറ്റാനുള്ള സാഹചര്യമുണ്ട്. SP പറഞ്ഞത് നിങ്ങൾക്ക് 2 മണിക്കൂർ ഇടവിട്ടുള്ള ഇടവേളകളിൽ വാർത്തകളും ദൃശ്യങ്ങളും എത്തിക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരെല്ലാവരും ഇന്ന് താമസ സ്ഥലത്ത് തന്നെ തുടരണം എന്നായിരുന്നു അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ പോലീസ് അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മളിവിടെ നിന്നും മാറുകയായിരിക്കും. പിന്നീട് ഇവർ നൽകുന്ന ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് നൽകാൻ കഴിയുക. ഏതായാലും നമുക്കിപ്പോൾ ഇവിടെ ഈ ഗംഗാവാലി നദിയുടെ മറുകരയിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയുന്നത്, ഇവിടേക്ക് ഇപ്പോൾ വാഹനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മണ്ണുമാന്തി യന്ത്രം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ മണ്ണടിഞ്ഞ റോഡ് സൈഡിൽ അടിഞ്ഞ മണ്ണ് കുറച്ചുകൂടി ക്ലിയർ ചെയ്യുകയാണ്. ആ ഭാഗത്താണ് റോഡ്, അതോടൊപ്പം തന്നെ പുഴയിലേക്ക് വീണ് കിടക്കുന്ന മണ്ണെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് അവിടെ ആണ് ആളുകൾക്ക് ഇറങ്ങാനുള്ള സൗകര്യം. അതോടൊപ്പം തന്നെ ഈ ലോറി കണ്ടെത്തുകയാണെങ്കിൽ അതുവഴിയായിരിക്കണം ഇത് ക്രെയിൻ ഉപയോഗിച്ച്
റോഡിലേക്ക് ഉയർത്തേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ആവശ്യമായിട്ടുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളും അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കുകയാണ്. ആ ഭാഗം മണ്ണ് വീണ ഭാഗം ലെവൽ ചെയ്യുകയാണ്. അതിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ രാവിലെ മുതൽക്ക് തന്നെ ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്തെ സൈന്യവും എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും ഈ ഇന്നത്തെ ദൗത്യം ആരംഭിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ നടത്തുകയാണ്. ഇന്ന് ഈ സംഘത്തിനൊപ്പം മലയാളിയായ മേജർ എം ഇന്ദ്രപാൽ കൂടിയുണ്ട്. അദ്ദേഹം നിരവധി ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾക്ക് നേരത്തെ നേതൃത്വം നൽകിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവ സമ്പത്ത് വേഗത്തിൽ ഇന്ന് ഈ വെള്ളത്തിന് അടിയിലുള്ള ഗംഗാവാലി നദിയിൽ അടിത്തട്ടിലുള്ള ഈ ലോറിയിൽ അതിൻ്റെ കൃത്യമായ പൊസിഷൻ നിർണ്ണയിക്കാനും അർജുൻ അവിടെ ക്യാബിനകത്തുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായി നിർണ്ണയിക്കാനും അത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇതിൻ്റെ ഒരു ഏകോപനം, അതിൻ്റെ മേൽനോട്ടം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ഗംഗാവാലി നദിയിലേക്ക് ഇറങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ഈ സൈന്യം ഉൾപ്പെടെ അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 8 മണിയോടുകൂടിയായിരുന്നു തിരച്ചിൽ ആരംഭിക്കാൻ തുടങ്ങിയത്. ഇന്ന് നേരത്തെ തന്നെ ആരംഭിക്കുമെന്നുള്ള വിവരം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് നമുക്കിന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത്. ഇന്നലെ എത്തിയതിനേക്കാൾ നേരത്തെ തന്നെ ഈ ദൗത്യ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ ഈ പ്രവർത്തികൾ ദൗത്യം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ നദിയുടെ ആഴങ്ങളിലുള്ള ഈ ലോറിയുടെ പൊസിഷൻ നിർണ്ണയിക്കാനും അർജുൻ അവിടെയുണ്ടോ എന്നുള്ളത് കണ്ടെത്താനുമായിരിക്കും പ്രധാനമായും ശ്രമിക്കുന്നത്. ഏതായാലും നിലവിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ മഴ പെയ്യാനുള്ള ഒരു സാഹചര്യം, നല്ല മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അതിശക്തമായ മഴ പെയ്യാനുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനമായ ഒരു ഘടകം ഈ കാലാവസ്ഥ തന്നെയായിരിക്കും. മഴ മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. മഴയുള്ള സമയത്ത് ദൗത്യം അത്യന്തം ദുഷ്കരമാണ്. കാരണം ഇന്നലെ തന്നെ ഈ സ്കൂബ ഡൈവേഴ്സ് വെള്ളത്തിൽ മുങ്ങൽ വിദഗ്ധർ ശ്രമം നടത്തിയിരുന്നു. അതിനായി അവർ ബോട്ടുകളിൽ ഈ പറയുന്ന ലോറി ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തിൻ്റെ ഉപരിതലത്ത് എത്തുകയും അതിന് വെള്ളത്തിൽ മുങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. ആ സമയത്താണ് അതിശക്തമായ മഴയുണ്ടായത്. അവിടെ ആ മഴ പിന്നീട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുകയായിരുന്നു. അതിശക്തമായ കാറ്റും ഗംഗാവാലിയിലെ കുത്തൊഴുക്കും വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചതുകൊണ്ട് തന്നെ ആ സ്കൂബ ഡൈവേഴ്സിന് വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു. അവർ പിന്നീട് ബോട്ട് കൊണ്ട് മാറുന്നത്. കാരണം സന്തോഷ് സൂചിപ്പിച്ച പോലെ ഇന്നലെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ നമ്മൾ എത്തിയപ്പോൾ, അതായത് അർജുന്റെ ലോറി കണ്ടെത്തിയ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിയപ്പോൾ നമുക്ക് അവിടെ നിന്ന് കൂടുതൽ ആഴങ്ങളിലേക്ക്, അതായത് അർജുൻ ആ ക്യാബിനിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ കഴിയാതിരുന്നത്, ആ ലോറിക്ക് അടുത്തേക്ക് നമുക്ക് എത്താൻ കഴിയാതിരുന്നത് ഈ ഒരു കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് മാത്രമാണ്. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് നിലവിലുള്ളത്. പക്ഷേ നേരത്തെ മഴയുണ്ടായിരുന്നു, ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് നിലവിൽ സൃഷ്ടിക്കുന്നില്ല. പക്ഷേ കനത്ത മഴയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടിലേക്ക് കടക്കും. പക്ഷേ അപ്പോഴും നമ്മൾ ശുഭപ്രതീക്ഷ കൈവിടുന്നില്ല. നിർണായകമായ ദിവസം, ഏറ്റവും നിർണായകമായ തെരച്ചിലിൻ്റെ ദിവസം തന്നെയാണ്. അർജുൻ്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ആ ലോറിയുടെ ക്യാബിനിൽ പുഴയുടെ അടിത്തട്ടിലേക്ക് നേവിയുടെ സ്കൂബ ഡൈവിംഗ് സംഘമൊക്കെ ചെന്ന് ആ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നത് ഉറപ്പുവരുത്തുന്നതിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകുന്നത്. അതിനുശേഷം മാത്രമാണ് അർജുനെ പുറത്തെടുക്കുക എന്നതിന് പ്രഥമ പരിഗണന നൽകുന്നു. അതിനുശേഷം മാത്രമാണ് ലോറി ലോക്ക് ചെയ്ത് കരയ്ക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് അടക്കം കടക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവിടെ നടക്കുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു ശുഭപ്രതീക്ഷയോടുള്ള വാർത്ത നമുക്ക് ലഭിക്കും, ശുഭവാർത്ത ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എത്ര നേരം ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. കാരണം സന്തോഷ് പറഞ്ഞതുപോലെ ഇന്നലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ, കാർവാർ എസ് പിയും അതോടൊപ്പം തന്നെ MLA യും ഒക്കെ പറഞ്ഞതാണ്, മാധ്യമങ്ങൾ സഹകരിക്കണമെന്ന് അവർ പറഞ്ഞിരുന്നു. ഇന്ന് ഡ്രോണൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഡ്രോണൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങൾ അവിടെ നിൽക്കുമ്പോൾ സിഗ്നൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ മാധ്യമങ്ങളുടെ ഡ്രോണുകളും മറ്റ് ഈ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനവും ഒക്കെ നിലവിൽ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും
ഇപ്പോൾ പുഴയുടെ മറുകരയിൽ നിന്നുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേവിയുടെ സംഘം പുഴയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിൻ്റെ തുടക്കത്തിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. അവർ അല്പസമയത്തിനകം തന്നെ പുഴയിലിറങ്ങിയുള്ള പരിശോധന നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സന്തോഷ് തുടരുക. അവരുടെ ഈ ഒരു ക്രമീകരണങ്ങളോടൊക്കെ സഹകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. കാരണം നമുക്കും പ്രാധാന്യം എന്ന് പറയുന്നത് അർജുനെ കണ്ടെത്തുക എന്ന് തന്നെയാണ്. അത് ആദ്യം നൽകുക അവസാനം നൽകുക എന്നതിനപ്പുറത്തേക്ക് അർജുനെ കണ്ടെത്തുക എന്ന വാർത്ത അത് കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. കാരണം സന്തോഷും സിജു കണ്ണനും ഒക്കെ അവിടെയുണ്ട്. എന്തായാലും മാധ്യമങ്ങൾക്ക് നൽകിയ ക്രമീകരണങ്ങൾ അവർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ ഏരിയയിലേക്കൊന്നും പോകാതെ കൃത്യമായി അവരുടെ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നതായിരിക്കും.